ഷൈല കുര്യനെ ജീവിത സഹിയാക്കി കരുതരായ 3 മക്കളുടെ പിതാവായി 2005 സായിപ്പിന്റെ നാടായ വെയിൽസിലേക്ക് ചേക്കേറി. അവിടെ നിന്ന് സ്പെഷ്യലൈസ്ഡ് ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദധാരിയായി 2006 NHS വെയിൽസിന്റെ ആദ്യ ഏഷ്യൻ എഞ്ചിനീയറായി ജോലി ആരംഭിച്ചു. ലോകം വിസ്മയത്തോടെ ആദരിക്കുന്ന സോണി കോർപ്പറേഷൻ ജപ്പാന്റെ ചീഫ് എഞ്ചിനീയറിനോടൊപ്പം ജോലി ചെയ്ത് എഞ്ചിനീയറിന്റെ പൂർണ്ണ ജ്ഞാനം കരസ്ഥമാക്കി. 2007-2010 7 NHS മെഡിക്കൽ കോളേജിന്റെയും 35 NHS ട്രസ്റ്റ് ഹോസ്പിറ്റലിന്റെയും ഓട്ടോമേഷന്റെ ഹെഡായി ജോലി ചെയ്തു. 2020 പ്രമോഷനോടുകൂടി കേംബ്രിഡ്ജ് ഹോസ്പിറ്റൽ സ്പെഷ്യലൈസ്ഡ് എഞ്ചിനീയറായും മറ്റു ഡിപ്പാർട്ട്മെന്റ് എഞ്ചിനീയർമാർക്ക് ഉപദേശം കൊടുക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ഹെഡായും ജോലി ചെയ്യുന്നു. യുകെയിൽ 13ഓളം ലൈസൻസുകൾ സൈൻ ഓഫ് ചെയ്യാനും അതോറിറ്റിയുള്ള ഏക ഏഷ്യക്കാരനാണ് നമ്മുടെ ഷിജു സേവ്യർ. എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷനെ ഉടനടി സൊല്യൂഷൻ കൊടുക്കാൻ കഴിവുള്ള ഒരു ഉത്തമ എഞ്ചിനീയറും യുകെയിലെ അതിമനോഹരമായ തെരുവീതികളിൽ എഞ്ചിനീയറിംഗിന്റെ പടം വെട്ടിപ്പൊരുതിയ ഷിജു സേവ്യർ മാത്രമാണ് ഒരു ഏഷ്യക്കാരനുള്ളത്. രാഷ്ട്രീയ, സാംസ്കാരിക, സാമൂഹിക വിഷയങ്ങളിൽ വ്യത്യസ്ത കാഴ്ചപ്പാടും ഉറച്ച നിലപാടുമുള്ള വ്യക്തി കൂടിയാണ് നമ്മുടെ ഷിജു സേവ്യർ. ഒരു നദിയിൽ നല്ല സംഗീത ആസ്വാദകനും ലക്ഷറി കാറുകളും ഫാഷൻ ബ്രാൻഡുകളും ഒത്തിരി ഇഷ്ടപ്പെടുന്നതും സ്വന്തമായി പരിശ്രമിക്കുന്നതും അത് സ്വന്തമാക്കാൻ ഒരുപാട് കഷ്ടപ്പെടുന്ന ഒരു പ്രത്യേക വ്യക്തിത്വത്തിന്റെ ഉടമയാണ് നമ്മുടെ ഷിജു സേവ്യർ. അത് മാത്രമല്ല, മറ്റുള്ളവരുടെ വേദനയിലും സന്തോഷത്തിലും എന്നും സാന്നിധ്യമായി, സ്വാതനമായി, കരുതലായി, കാവലായി ഷിജു എപ്പോഴും നമ്മോടൊപ്പമുണ്ട്. കഴിഞ്ഞ 50 വർഷം മായാത്ത വസന്തം പോലെ, മറയാത്ത നിഴൽ പോലെ, വാടാത്ത പൂ പോലെ എപ്പോഴും ചിരിക്കുന്ന മുഖവുമായി നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ ഷിജു സേവ്യറിനെ ഒത്തിരി സ്നേഹത്തോടെ, നിറഞ്ഞ പുഞ്ചിരിയോടെ, കൈയടികളോടുകൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. Let us put our hands together. Welcome ഷിജു സേവ്യർ Pallavetta. Along with his soulmate, his Shaila Kurian and his beloved children Olivia, Sean and Amelia to the stage, please. Let us welcome him. ഒത്തിരി സ്നേഹത്തോടെ നമ്മുടെ ഷിജുവിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. പ്രിയപ്പെട്ട കളികളോ ഷിജു, എന്താ നിനക്ക് പറയാനുള്ളത്? 50 വർഷം കഴിഞ്ഞ് നിന്റെ ജീവിതത്തിന്റെ നല്ലൊരു ഭാഗം കഴിഞ്ഞു. നല്ല ഭാഗത്തില് ജീവിതത്തിന്റെ ഒരുപാട് എക്സ്പീരിയൻസ് നിനക്കുണ്ട്. എന്താണ് നിനക്ക് രണ്ടുപേരുടെ ഒരു വാക്ക് പറയാം? വയസ്സ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്പർ മാത്രമാണ്. കാരണം 30 വയസ്സായപ്പോൾ ഒത്തിരി സങ്കടം വന്നായിരുന്നു. 30 ചിലപ്പോൾ പയ്യൻ മാറിപ്പോയോ എന്നുള്ളത്. പിന്നെ 40 വയസ്സ് തിരിച്ചോടെ. പക്ഷെ അതൊരു തോന്നൽ മാത്രമാണ്. പതിവ് പരിപാടികൾക്ക് യാതൊരു കുറവുണ്ടായില്ല. ഇനി 50 കാണാനൊരു തോന്നൽ വരും. അതൊരു തോന്നൽ മാത്രമാണെന്ന് എൻ്റെ വിശ്വാസം. അത് 2, 3 അല്ലെങ്കിൽ 4 മാസം കഴിഞ്ഞാൽ അങ്ങനെ അംഗീകരിക്കും. എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, 40 വയസ്സായിട്ട് പുള്ളി വളരെ ഡിപ്രഷനിലായിരുന്നു. 40 വയസ്സ് നോട്ട് ചെയ്തപ്പോൾ. അപ്പോൾ പിന്നെ പഠിച്ച കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പറയാനുള്ളത്, പ്രത്യേകിച്ച് UK ജീവിതത്തിൽ നിന്ന് പഠിച്ചത് ഒത്തിരി ഫോറിനേഴ്സും ആയിട്ടുള്ള ഇടപെട്ട് പഠിച്ചത്, നമ്മൾ ഒരു കാര്യത്തിലും അടിമപ്പെടാതിരിക്കുക.
നമ്മൾ ഇന്ത്യയിൽ പ്രത്യേകിച്ച് ജനിക്കുമ്പോൾ തന്നെ മതത്തിനും രാഷ്ട്രീയത്തിനും പല പല കെട്ടുവാണങ്ങൾക്ക് നമ്മൾ അടിമപ്പെടുകയാണ്. ആ അടിമപ്പെടാതെ നമ്മൾ ജീവിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ ജീവിതം മാറി പറയും. കാരണം നമ്മൾ ഒന്നിനും അടിമപ്പെടില്ല. നമുക്ക് സ്വതന്ത്രമായി ചിന്തിക്കാനും സ്വതന്ത്രമായിട്ട് നിലപാടുകൾ മനസ്സിലാക്കാനും സ്വതന്ത്രമായിട്ട് കാര്യങ്ങൾ ചിന്തിക്കാനൊക്കെ പറ്റും. അത് വേറെ ലോകമാണ്, എല്ലാവർക്കും പറ്റിക്കൊള്ളുന്നില്ല. നമുക്ക് സ്വന്തമായിട്ട് നിലപാടുകളൊക്കെ പറയാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഞാൻ ഒത്തിരി ധരിക്കുന്നില്ല, വന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. പിന്നെ എൻ്റെ കാരണന്മാരെയും മനുഷ്യരെ കാരണന്മാരെയൊക്കെ പ്രത്യേകം ഓർക്കുന്നു. ഞാൻ ചിന്തിക്കുന്ന മറ്റൊരു മോഡലാണ്, മരണം എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ എനിക്ക് പ്രിയപ്പെട്ട ഒത്തിരി പേര് സ്വർഗലോകത്തുണ്ട്, സ്വർഗലോകങ്ങളുണ്ടെങ്കിൽ. അപ്പോൾ അവരൊക്കെ കാണാമെന്നൊരു സന്തോഷമുണ്ട്. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരെക്കാൾ കൂടുതൽ. അതുകൊണ്ട് മരണത്തിനൊട്ടും പേടിയില്ല. പിന്നെ ജീവിച്ചിരിക്കുന്ന എല്ലാവരും 10 20 വർഷം 50 വർഷം കഴിഞ്ഞ് നമ്മൾ വരുമല്ലോ. അപ്പോൾ പക്ഷേ അതിനെപ്പറ്റി ഒരു ധാരണക്കുറവുണ്ട്, അതിൻ്റെതായ സങ്കടവുമുണ്ട്. എന്നാലും ഈ സമയത്ത് അതൊന്നും പറയുന്നില്ല. വന്ന എല്ലാവർക്കും സന്തോഷം, നന്ദി, നമസ്കാരം. ഒരു നല്ല കൈയടി കൊടുക്കും നമുക്ക് അവൻ്റെ കയ്യിൽ. അവൻ്റെ കണ്ണീരുകൾക്ക് ഒരുപാട് സ്നേഹമുണ്ട്, സൗന്ദര്യമുണ്ട്. അവൻ്റെ മുഖത്ത് സന്തോഷത്തിന്റെ കണ്ണീരാണ് പറഞ്ഞത്. അപ്പൊ അത് നല്ല എല്ലാവരുടെയും ഞങ്ങളുടെ പ്രാർത്ഥനകൾ. ഞാൻ പള്ളിയിൽ സംസാരിച്ച ആശംസകളൊക്കെ നേർന്നു. നമുക്ക് അഭിമാനമുണ്ട് നാട്ടിൽ നിന്നും. ഇപ്പം ജൂലി പറഞ്ഞപ്പോഴാണ് ഏഷ്യയിൽ നിന്നുള്ള അറിയപ്പെടുന്ന ഒരുപക്ഷെ വിരളമായിട്ടുള്ള ചില എൻജിനീയേഴ്സിൽ ഒരാളാണ്. അവിടെ സിനേറ്ററി പവറുള്ള ഇന്ത്യക്കാരിൽ ഏഷ്യൻസിൽ ഒരാളാണ് ഷിജു എന്നറിയുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. നാടിന് കൊല്ലപ്പെട്ട കുടുംബത്തിന് ഒക്കെ ഏറെ അഭിമാനമുണ്ട്. ആ സന്തോഷങ്ങൾ അറിയിക്കുന്നു. UN കണക്കനുസരിച്ച് 69 വയസ്സ് വരെ യുവത്വമാണ്, 69 തുടങ്ങി 80 വരെയാണ് അഡൽട്ട്, അതിനുശേഷമാണ് വാർദ്ധക്യം. ഇപ്പോഴും യൗവനത്തിനാണ് ഷിജു, രണ്ടുപേരും അങ്ങനെ തന്നെയാണ്. ഏതായാലും ഇന്ന് ഗ്ലാമറായിരിക്കുന്നു. ഷൈലി പറഞ്ഞതുപോലെ ഞാൻ ചോദിച്ചു പള്ളിയിൽ വെച്ച്, ഷൈല പറഞ്ഞു അച്ഛൻ ഉദ്ദേശിക്കുന്ന പോലെ എന്നല്ല, നല്ലതുപോലെ എക്സസൈസൊക്കെ ചെയ്ത് ഡയറ്റൊക്കെ അപ്പോൾ രണ്ടുപേർക്കും ഇവിടെ ഇരിക്കുന്ന ചിലർക്ക് അസൂയുണ്ട്, ഞാൻ വിചാരിച്ചിട്ട് നടക്കുന്നില്ല. അപ്പോൾ ഏതായാലും ഏറെ സന്തോഷത്തോടെ ഇനിയാണ് നിങ്ങൾക്ക് ഇപ്പം എനിക്കൊന്ന് കുട്ടികളുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏതാണ്ട് ഇനി അവർ കല്യാണം കഴിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്കധികം ആലോചിക്കേണ്ട ആവശ്യമില്ല. ഒരുപക്ഷെ ഇനി ബാക്കിയുള്ളവർക്ക് ഇങ്ങനെ ആലോചിക്കാം. ഷിജുവിൻ്റെ ജീവിതത്തിൽ ഇനി ഒരുപക്ഷെ 60ാം ബർത്ത്ഡേ ആയിരിക്കും, അല്ലെങ്കിൽ 80ഒക്കെ ആയിരിക്കും ഇനി ആഘോഷിക്കുക. അപ്പോൾ അതുകൊണ്ട് സഹോദരങ്ങളെ, കുടുംബാംഗങ്ങളെ, സ്നേഹിതരൊക്കെ വിളിച്ചുകൂട്ടി ഇങ്ങനെ ഒരു ആഘോഷം മകളുടെയും അതുപോലെ തൻ്റെ 50 വർഷത്തെ ആയുസ്സും ദൈവത്തിന് മുമ്പിൽ നന്ദിയോടെ ഓർത്ത് ആഘോഷിക്കുന്ന മുഹൂർത്തത്തിൽ ഷിജുവിൻ്റെ സന്തോഷത്തിൽ ഞങ്ങൾ കുടുംബാംഗങ്ങളും സ്നേഹിതരും പ്രവാസികളും നാട്ടിലുള്ള എല്ലാ സ്നേഹിതരുടെയും പേരിൽ ജന്മദിനത്തിൻ്റെ എല്ലാ ആശംസകളും നേരുകയാണ്. ക്വാളിറ്റി ഇയേഴ്സ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത് പോലെ ഉള്ള കാലം സന്തോഷത്തിലും ആരോഗ്യത്തിലും സമാധാനത്തിലും ആയിരിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. നമ്മൾ സാധാരണ ബർത്ത്ഡേക്ക് മുറിക്കുന്ന കേക്ക് പോലെയല്ല ഇന്നത്തെ ഇവൻ്റെ ഈ കേക്ക് മുറിക്കുന്നത്. നമ്മൾ ഓരോ വർഷവും മുറിക്കുന്ന കേക്ക് പോലെയല്ല. 50 വർഷം നിങ്ങളുടെയൊക്കെ സ്നേഹത്തിൻ്റെ മുമ്പിൽ 50 വർഷം ഇവൻ ജീവിച്ച അനുഭവങ്ങളിൻ്റെ ഉയർച്ചകളും താഴ്ചകളും ഓരോ ദുഃഖങ്ങളും സന്തോഷങ്ങളും എല്ലാം അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻറ്റ് കുടുംബത്തോടൊപ്പം അവ മുറിക്കുന്ന ഈ കേക്കിന് ഒരുപാട് മാനങ്ങളുണ്ട്, ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അപ്പോൾ ഈ കേക്ക് മുറിക്കുമ്പോൾ അതിൻ്റെ രുചി ടോട്ടലി ഡിഫറെൻ്റ് ആണ്. നിങ്ങളെല്ലാവരും ഈ കേക്ക് കഴിക്കണം. അവൻ്റെ 50ാമത്തെ പിറന്നാളിന് കേക്ക് മുറിക്കാൻ പോവുകയാണ്. നല്ലൊരു മ്യൂസിക്കോട് കൂടി നമ്മൾ ഈ 50ാമത്തെ കേക്ക് മുറിക്കും.
Mr. Shidu Savior, ഇത്രയും 50 വർഷത്തിൽ അതിൽ ഒരു big time നമുക്കറിയാം there was a person in love with Mr. Shidu Savior എന്നുള്ളത്. അതുകൊണ്ട് സ്നേഹത്തിന്റെ സിമ്പിളായി now Shaila Aunty is going to give a token of love, a token of gratitude to her lovely husband, Mr. Shidu Savior. So everybody please put your hands together for the beautiful gift handed over by Miss Shaila to Mr. Shidu Savior, and you can find it in the room. Yes. And the Lord of Shaila. Yes. I think the open chair. വിവാഹ സമയത്ത് ഒരുപാട് പ്രതീക്ഷകളോടെയാണ് അവര് ഈ വിവാഹത്തിലേക്ക് വന്നെത്തിച്ചേർന്നത്. ഇതിനെ കൊണ്ടുള്ള സമ്പൂർണ്ണ ഈ സമ്മാനത്തിൽ ആന്റിയുടെ എല്ലാ സ്നേഹവും YA6 എന്റെ പേര് വാച്ചാണ്. probably YA series ഗുച്ചിയുടെ YA series ഗുച്ചിയുടെ ഗുച്ചിയാണ്. എന്തായിരിക്കും കളർ? അത് ചോദിക്കാലോ. Yes. എന്തായിരിക്കും കളർ? സ്ട്രാപ്പിന്റെയോ അല്ലെങ്കിൽ എന്തായിരിക്കും? മാഗ്നറ്റിക് ആയിരിക്കും? എങ്ങനെ? സ്മാർട്ട് വാച്ച് ആയിരിക്കോ? അങ്ങനെ എനിക്ക് തോന്നുന്നത് സ്റ്റീലായിരിക്കണം. കാരണം എനിക്ക് സ്റ്റാഫുണ്ട്. Yes, so everybody, ആ കയ്യടിയുടെ ശക്തി പതിയെ പതിയെ കൂട്ടി അവരുടെ ഏറ്റവും കൂട്ടി എന്തായിരിക്കും ആ സമ്മാനം നമുക്ക് കാത്തിരിക്കാം. Yes. See? See? Strong partner. ഇത് ഒത്തിരി ഈ വാച്ചുകളിലേക്ക് വില വായിക്കുകയാണ് എന്നത് എൻ്റെ 1-10 രൂപ വാച്ചാണ്. അതിന് വൈബ് തിരിച്ചറിഞ്ഞ് തന്നെ വാച്ചുകളിലുള്ള സന്തോഷം. വാച്ച് കൂടാതെ നമുക്കൊരു കാർഡ് കൂടി ആന്റി ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. സ്പെഷ്യലി ഡിസൈൻ കാർഡാണ് കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ ആണ് എഴുതിയിരിക്കുന്നത്. അതിന് സ്നേഹം ചാലിച്ചുള്ള വാക്കുകൾ മാത്രം. Yes, so audience please once again ഇവരുടെ ഒരു സക്സസ്ഫുൾ ആയ ദാമ്പത്യത്തിൽ കൂടി നമുക്കാവാം ഒരു വലിയ കൈയടി പ്ലീസ്. ഇവരുടെ ശക്തി Buddy, come on. Can I have you? Wah,
ഒന്ന് എഴുന്നേക്കാമോ? Can you please stand? Come on. Amelia. Yeah. All of you, please stand up. Come on, let's jump together. ரொம்ப பயங்காதப்பா கொஞ்சம் அடங்க வேணும்பா ரொம்ப பயங்காதப்பா தப்பாப்பா தப்பாப்பா கொஞ்சம் கட்டுக்கவாலா கொஞ்சம் டான்ஸுக்கவாலா ரெண்டு உனக்காகவே கவாலா கவாலா வானு கவாலையா வானு கவாலையா நுக்கவாலிரா ചുമ്മാ ഇരിക്കുന്നവർ ഈ താളത്തിലൊന്ന് കൈയടിക്കാം. பொன்மணி உன் வீட்டில் சௌக்கியமா? நான் இங்கு சௌக்கியமே. உன்னை எண்ணி பார்க்கையில் கவிதை கொட்டுது, அதை எழுத நினைக்கையில் வார்த்தை முட்டுது. क्या नाच दिल्ली हिले लंदन मटक मटक
जैसे रवीना टंडन आग लगाने आई है बंटन गोली चल गई धार जिसके बारे में चेतावनी देती होगी तुझे तेरी माँ दिशा नाम बदल दिया मेरा बड़ी जोन न करा दी तेरी ना बाद में न कहना कुछ भी पहले ही दे तू वार्निंग पार्टी चलेगी till 6 in the morning जी भर के नाच ले बेबी नाच नाच के तोड़ दे सैंडल आंटी पुलिस बुला लेगी अरे अभी तो पार्टी शुरू हुई है संतुलन फेल करते तो नशे चरस के तेरे नखरे न किसी के बस के ले नीट पकड़ बीट पकड़ जोर लगा थोड़ा कस के किसी से भी पूछ लौटा तू मच जाए बोलू में थोड़ा रियाणी टच जाए जितने भी रूमर सुने तूने अपनी सहेली से मेरे बारे में वो सारे सच जाए इशू बॉय बादशाह सड़कों पे चले जब लड़कों के दिलों में तू आग लगा दे बेबी फायर नकली से न करे तू करे जब देखे हमें झूठी लायर काला काला चश्मा जचता तेरे मुखड़े पे जैसे काला बोले जचता है तेरे चिन पे अपनी अदाओं से ज्यादा नहीं तो 10-12 लड़के तो मार ही देती होगी तू दिन में बाबू मेरा गाना चला तो बाबू मेरा गाना चला तो बाबू मेरा गाना चला तो गाना चला तो सा होके थोड़ा जेंटल सा होके थोड़ा सेंटी सा होके थोड़ा मेंटल सा होके सारे पागल सूट पट्टे वाला शाही चुन्नी तेरी ब्लैक और बंदे होके परे थे तेनू तक के बच्चे जदों हक तू पट्टे पे रख के बेबी you don't care हवा में तेरे उड़ते हैं हाथ दोनों in the air तू लगे मुझे जोन में पागल बाबू मेरा गाना चला पागल और देखे मुझे लड़की DJ Hurry
നീ ഞമ്മക്ക്